ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ ഗൗതം, എന്തൊരിപ്പാ ഇത്? ഇപ്പോഴും ഓഫീസിൽ വെച്ച് നടന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതമിനും അറിയാലോ, ഇതൊന്നും സ്വാഭാവികമായി സംഭവിച്ചതല്ല. CKC മനഃപൂർവ്വം സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിച്ചതല്ലേ. ഗൗതം ഇങ്ങനെ ഡള്ളായിരിക്കുമ്പോ ജയിക്കുന്നത് CKC-യാ. ഇങ്ങനൊരു അപമാനം ഓഫീസിൽ വെച്ച് ഉണ്ടാക്കിയെടുത്താൽ അതോടുകൂടി ഗൗതമിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് ആ CKC ആഗ്രഹിക്കുന്നത്. അതോടുകൂടി ഈശ്വരമംഗലം ഗ്രൂപ്പ് തകരുമല്ലോ. അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതിന് പകരം ഗൗതം ഇങ്ങനെ തളർന്നിരുന്ന അത് അയാളുടെ ലക്ഷ്യം സാധിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ലേ? ഗൗതം ഇങ്ങനെ തളർന്നു പോകരുത്. ഗൗതം ധൈര്യശാലിയാ. ഞാൻ കരഞ്ഞ് കണ്ണീരൊഴുക്കിയിരുന്നപ്പോഴൊക്കെ എനിക്ക് ധൈര്യം തന്ന് മുന്നേറാൻ പ്രേരിപ്പിച്ച ആളാണ്. ആ ഗൗതം തന്നെ ഇങ്ങനെ ഡള്ളാവുമ്പോ അതെനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാക്കുമെന്നറിയോ? ഗൗതം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഗൗതം ബിസിനസ്സിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുണ്ടാക്കണമെന്നോ വലിയ ആഡംബര കാറും ബംഗ്ലാവും ആഡംബര ജീവിതം വേണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യണമെന്ന് മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാത്ത ഗൗതം ഇങ്ങനെ തളർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എനിക്ക് വേറൊന്നും വേണ്ട, ഒരു സൗഭാഗ്യവും ഗൗതം എനിക്ക് തരണ്ട. പക്ഷെ എനിക്ക് എന്റെ ഗൗതമിനെ ഒന്ന് തിരികെ തരണം. അത് തന്നേ പറ്റൂ. ഗൗതമിനെ ഓഫീസിലേക്ക് പോവാൻ ഞാൻ നിർബന്ധിച്ചതുപോലും നടന്നതെല്ലാം മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. എന്റെ അപേക്ഷയാണത്. എന്നോടൊരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ പഴയ ഗൗതം ആവണം. ഗൗതം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ എന്നെ പോലും ആട്ടി അകറ്റുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിനി ഒന്നും പറയാൻ വരില്ല. ഇപ്പൊ ബോധ്യമായി എന്നെയും ഗൗതമിന് വേണ്ടെന്ന്. I love you, Nidhi. എന്നെ എനിക്ക് വേണം. ഒരുപക്ഷെ നീ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയില് ഒതുങ്ങിപ്പോയേനെ. അതല്ലെങ്കിൽ എങ്ങോട്ടൊന്നില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കേണ്ടി വരുമായിരുന്നു എനിക്ക്. തളർന്ന് തരിപ്പണമായപ്പോഴും ശക്തിയായിട്ട് കൂടെ നിൽക്കാൻ നീ ഉണ്ടായിരുന്നു എന്നതാണ് എന്റെ ഭാഗ്യം. ഇതുപോലൊരു ഭാര്യയുള്ളപ്പോ ആരുമില്ലാത്തവരെന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് നിന്നെ തന്ന ദൈവം പോലും പൊറുക്കില്ല നിധി. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു അംഗമാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. നീ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇനി ഞാൻ ഏത് അവസ്ഥയിലേക്ക് പോയാലും ഏത് ഗതികെട്ടവനായാലും എനിക്കൊപ്പം നീ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ.